കനത്ത മഴയിൽ പത്തനംതിട്ടയിൽ വിവിധ സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണു. കളക്ടറേറ്റ് പരിസരത്ത് പൊതുമരാമത്ത് കെട്ടിടത്തിന് മുകളിലേക്കാണ് മരം വീണത്. നന്നുവക്കാട് മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഈ കനത്ത മഴയ്ക്കൊപ്പം ഈ ശക്തമായ കാറ്റുമുണ്ട്. അതാണ് ഒരുപക്ഷെ മരങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞു വീഴാൻ കാരണം. ഇപ്പോൾ പല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം, അഭിലാൽ? ഇടവിട്ട കനത്ത മഴയാണ് പലയിടങ്ങളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 11:30 വീശിയടിച്ച കാറ്റ് പത്തനംതിട്ട റാന്നി മേഖലയിൽ കനത്ത നാശനഷ്ടം വരുത്തി. ബൈപ്പാസ് റോഡിനോട് ചേർന്ന ഭാഗത്താണ് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. സ്വകാര്യ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്ന മരങ്ങൾ വലിയ തോതിൽ കടപുഴകി വീഴുകയോ ഒടിഞ്ഞു വീഴുകയോ ചെയ്തു. അതേ തുടർന്ന് ആ മേഖലയിൽ ഗതാഗതം താറുമാറായതോടൊപ്പം തന്നെ 6 വൈദ്യുതി പോസ്റ്റുകൾ തകരാറിലാവുകയോ ഒടിഞ്ഞു വീഴുകയോ ചെയ്തിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ നാളെ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് KSEB അറിയിച്ചിട്ടുള്ളത്. ആ സംഭവത്തെ തുടർന്ന് KSEBക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ കണക്ക്. പത്തനംതിട്ട കളക്ടറേറ്റ് വളപ്പിൽ PWD ഓഫീസിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് മേൽക്കൂരയ്ക്ക് അടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട കോഴഞ്ചേരി റോഡിൽ നന്നുവക്കാട് റോഡിലേക്ക് മരം കടപുഴകി വീടിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നീക്കം ചെയ്തത് ഏറെക്കുറെ അരമണിക്കൂർ മുൻപ് മാത്രമാണ്. പത്തനംതിട്ട നിരണത്ത് വീടിന്റെ മുകളിലേക്ക് ആൽമരം കടപുഴകി വീണ് BPL വിഭാഗത്തിൽപ്പെട്ട മധു എന്ന ആളുടെ വീട് പരിപൂർണമായി തകർന്നിട്ടുണ്ട്. പത്തനംതിട്ട വെട്ടിപ്പുറം മോടിപ്പടയിൽ ഈ നെല്ലിമരം കടപുഴകി വീണ് വീടിൻ്റെ മതിലും തകർന്നതോടൊപ്പം തന്നെ ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലുള്ളതാണ്. പന്തളം തോന്നല്ലൂരിൽ വീടിൻ്റെ മുകളിലേക്ക് മരം കടപുഴകി വീണിട്ടുണ്ട്. ആർക്കും കാര്യമായ അപകടം സംഭവിച്ചിട്ടില്ല. നേരിയ പരിക്കുകൾ മാത്രമാണ് ഉള്ളത് എന്നത് മാത്രമാണ് ഈ സമയത്തെ ആശ്വാസ വാർത്തയായി പങ്കുവയ്ക്കാനുള്ളത്. അതേസമയം തന്നെ ജലസ്രോതസ്സുകൾ, പ്രത്യേകിച്ച് പമ്പ അടക്കം നദികളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപകടകരമായ സാഹചര്യമാണ്. എന്നതിനാൽ തന്നെ കുളിക്കുന്നതിനോ കൈകാലുകൾ കഴുകുന്നതിനോ അടക്കം ജലസ്രോതസ്സുകളിൽ ഈ ഘട്ടത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി, ശ്രീ കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.